ഹായ് ഹലോ വെൽക്കം ബാക്ക്. കിഡ്സിൻ്റെ ബ്രൈഡ് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് 6, 7, 8 ഇയർ ബേബികൾക്കുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ ഈ ക്രേപ്പ് ഫാബ്രിക്കിൻ്റെ ഫുൾ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു 30 ഇഞ്ച് വിഡ്ത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ കിഡ്സിൻ്റെ ഹൈറ്റ് അതുപോലെ അവരുടെ സൈസ് അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്തും വിഡ്ത്തൊക്കെ കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ 30 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 43 ഇഞ്ചാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ 43 പ്ലസ് 13 ഇഞ്ചസാണ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അതിൽ നിന്നാണ് നമുക്ക് മക്കനയുടെ ഭാഗം വരുന്നത്. അത് അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പാർട്ടിന് 13 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 56 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ബാൻഡിനുള്ള പീസാണിത്. ഇതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സാധാരണ സ്ട്രാപ്പൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുക. എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഒരു പൊസിഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതിലൊരു മാർക്ക് ഒരു കട്ടിങ് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ സ്ട്രാപ്പ് വയ്ക്കാനുള്ള ഒരു പോയിൻ്റ് ഒരു 5 ഇഞ്ചിലൊക്കെ ആയിട്ട് നമ്മളൊരു കട്ട് കൂടെ കൊടുക്കുക. ഇനി ഫേസിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് ആ കട്ടുകൾ ഇട്ട ഭാഗത്ത് ബാൻഡ് വെച്ചിട്ട് വേറൊരു പീസ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഈ ഫേസും ഹെഡിൻ്റെയും ഭാഗം കുറച്ച് ഒരു കട്ടിക്ക് നിൽക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ആ ബാൻഡ് ഇനിയിപ്പോൾ പുറത്ത് വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോരാനും ഒക്കെ ഇതുണ്ട്. ഇതാകുമ്പോൾ കുറച്ചൊരു സേഫ്റ്റി ആയിട്ട് നിൽക്കും കുറച്ച്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബ്രൈഡ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് അളവിലല്ല ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുകയെന്നറിയാം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ലെങ്ത്ത് നോർമൽ ലെങ്ത്ത് പ്ലസ് ഒരു 5 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളും ചെയ്യാനായിട്ട്. നിങ്ങളുടെ കുട്ടിയുടെ ലെങ്ത്ത് പ്ലസ് ഒരു 5 എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണ്ടത് എന്നുള്ളൊരു അളവിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. ബാൻഡിൻ്റെ മറ്റേ സൈഡും കൂടെ ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കട്ടിട്ട ഭാഗത്ത് വെച്ച് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസിനെ നമ്മൾ സൈഡ് മടക്കി നല്ല വൃത്തിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ബ്രൈഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സിമ്പിളായിട്ട് ചെറിയൊരു സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കളൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ കൂട്ടി എടുത്താൽ മതി. ഇപ്പോൾ വലിയവർക്കും ഇതേ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അവരുടെ ലെങ്ത്ത് അതിൻ്റെ പ്ലസ് ഒരു 15 ഇഞ്ച് അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം.
ഇനി രണ്ട് ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ഫേസിന് വേണ്ട ഒരളവ് അതിൻ്റെ താഴോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തു നിന്നുള്ള ബാക്കി 12 ഇഞ്ചാണ് നമ്മൾ സ്ലീവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രയർ ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ ഫേസിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലെ ആ ഒരു പീസ് അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും അപ്പോൾ ജോയിൻ ആയതിന് ശേഷം നമുക്ക് രണ്ട് സ്ലീവും അവിടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെയാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലൂടെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കൂടി ഇട്ടിട്ട് സ്ലീവ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രയർ ഡ്രസ്സാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.